ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇറാഷണൽസിന്റെ ഡിവിഷൻ ആണ്, അതായത് അഭിന്നകങ്ങളുടെ ഹരണം. ഇപ്പോൾ പേജ് നമ്പർ 92 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് √72 √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ √72 √2 നമുക്കറിയാം, അംശത്തിലും ഛേദത്തിലും അഭിന്നകങ്ങൾ വന്നാൽ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇറാഷണൽസ് വന്നാൽ ഒരൊറ്റ റൂട്ടിനകത്ത് നമുക്ക് ഇട്ട് അതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റും. ഇനി 72നെ 2 കൊണ്ട് ഹരിക്കണം, അല്ലെങ്കിൽ 72ന്റെ പകുതി കാണും. 77നകത്ത് എത്ര 2 ഉണ്ട്? 3 2. പിന്നെ റിമൈൻഡർ 1. 12നകത്ത് 6 2. √36 എത്ര? 6 ആണ്. കാരണം 6ന്റെ സ്ക്വയർ ആണ് 36. അപ്പൊ നമ്മുടെ ആൻസർ 6. ഇനി അടുത്തത് √27നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെയും അതേപോലെ ഒരൊറ്റ റൂട്ടിനകത്ത് ഇടുക. 27/3. നമുക്കറിയാം 3 9s ആണ് 27. അപ്പൊ അതിനെ √9 എഴുതാമല്ലോ. √9 എത്ര ആണ്? 3 ആണ്. ഇനി അടുത്ത നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ √125നെ √50 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാൻ ഇപ്പൊ പറഞ്ഞു, ഇത് ഒറ്റ റൂട്ടിനകത്ത് എഴുതാം 125/50. ഇനി നിങ്ങൾക്ക് ഇതിനെ 125നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ല എങ്കിൽ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 125നെ നമുക്കറിയാം 5ന്റെ ടേബിളിലുണ്ട്. 5 2s are 10, റിമൈൻഡർ 2 ആണ്. 25നകത്ത് 5. ഇനി വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 5 എന്ന് കിട്ടി. അതായത് 125ന് 5 ഗുണം 5 ഗുണം 5 എന്ന് എഴുതാം. അപ്പോ ഇതിന് √125നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഗുണം 5 ഗുണം 5 ബൈ. ഇനി 50നെയും അതുപോലെ മുറിക്കാമല്ലോ. 50നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 10. പിന്നെ വീണ്ടും 5 ഗുണം. ഇപ്പൊ 125നെ 5 ഗുണം 5 ഗുണം 5 എന്നും എഴുതാം. 50നെ 5 ഗുണം 5 ഗുണം 2 എന്നും എഴുതാം. ഇവിടെ നോക്കിക്ക്, ഈ ഒരു 5 വെട്ടിപ്പോയി, ഈ ഒരു 5ഉം വെട്ടിപ്പോയി. അപ്പോൾ ഇതിനെ നമുക്ക് √5/2 എന്ന് എഴുതാം. ഇനി അതിന് വേണമെങ്കിൽ സെപ്പറേറ്റ് റൂട്ടിട്ട് √5/√2 എന്നും എഴുതാം. അപ്പോൾ √5ന്റെയും √2ന്റെയും വാല്യൂസ് ഇട്ട് വേണമെങ്കിൽ, ഡെസിമലാണ് ആൻസർ എങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. നമ്മൾ ഓരോരുത്തരും ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇതിനെ ഒറ്റ റൂട്ടിൽ എഴുതുമ്പോൾ √18/8 എന്ന് വരും. ഇനി നമുക്കറിയാം രണ്ടും ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ √18ന് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 9 വരും. 8നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 വരും. അപ്പോൾ √9/4. ഇനി ഓരോന്നിനും സെപ്പറേറ്റ് റൂട്ട് ഇട്ട് കൊടുക്കുക. √9/√4 എന്ന് എഴുതാം. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ആൻസർ 3/2 ആണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഭിന്നകങ്ങളുടെ ഡിവിഷൻ.